എല്ലാവർക്കും എക്സാംസ് ഡെയിലി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 29/2020 ആണ്. 499/2019 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 029/2020 ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 50 GK ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് അറ്റ് 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് അറ്റ് ഓപ്ഷൻ എ ദ ട്രിപ്പിൾ പോയിന്റ്, ഓപ്ഷൻ ബി ബിലോ ദ ട്രിപ്പിൾ പോയിന്റ്, ഓപ്ഷൻ സി എബവ് ദ ട്രിപ്പിൾ പോയിന്റ്, ഓപ്ഷൻ ഡി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് അറ്റ്. ഏതാണ്? ഓപ്ഷൻ ബി ബിലോ ദ ട്രിപ്പിൾ പോയിന്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തതാണ് യൂസ് ഓഫ് സെവറൽ മെത്തേഡ്സ് ലൈക്ക് ടെമ്പറേച്ചർ ഹൈ ഓർ ലോ, control of acidity, control of water activity for preservation of food is known as. Question idairunnu, use of several methods like temperature, high or low control of acidity, control of water activity for preservation of food is known as. ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഹഡിൽ ടെക്നോളജി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Cause and effect diagram is also known as. Option A quality circle, option B fishbone diagram, option C 5 force diagram, option D Kaizen diagram. ഏതാണ്? ഓപ്ഷൻ ബി fishbone diagram ആണ് റൈറ്റ് ആൻസർ വരുന്നത്. Cause and effect diagram is also known as fishbone diagram. അടുത്തതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഇൻ വിച്ച് എ സ്പെഷ്യലി ഡിസൈൻഡ് ഹെർമിറ്റ് സെൻട്രിഫ്യൂഗ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ബാക്ടീരിയ ആൻഡ് എസ്പെഷ്യലി ദ സ്പോർസ് ഫോംഡ് ബൈ സ്പെസിഫിക് ബാക്ടീരിയ സ്ട്രെയിൻസ് ഫ്രം മിൽക്ക് ഈസ് നോൺ ആസ്. ഏതാണ്? ഓപ്ഷൻ എ സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ, ഓപ്ഷൻ സി അസെപ്റ്റിക് പാക്കേജിംഗ്, ഓപ്ഷൻ ഡി ബാക്ടോഫ്യൂഗേഷൻ. ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ പ്രോസസ് ഇൻ വിച്ച് എ സ്പെഷ്യലി ഡിസൈൻഡ് ഹെർമെറ്റിക് സെൻട്രിഫ്യൂഗ് is used to separate bacteria and especially the spores formed by specific bacteria strains from milk is known as. ഏതാണ്? ഓപ്ഷൻ ഡി ബാക്ടോഫ്യൂഗേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. The most common bacterial cultures involved in acidic fermentation are. ഏതാണ്? ഓപ്ഷൻ എ lactobacillus, ലുക്നോസ്റ്റോക്ക്, ലാക്ടോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ്. ഇതാണ് വരുന്നത് ദ മോസ്റ്റ് കോമൺ ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ അസിഡിക് ഫെർമെന്റേഷൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ റൈറ്റ് ട്രൂ ആയിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫുഡ്സ് ഹൈ ഇൻ ഷുഗർ ആൻഡ് അതർ സൊല്യൂട്ട്സ് ഡ്രൈ മോർ സ്ലോലി. ഫുഡ് ഹൈ ഇൻ ഷുഗർ ആൻഡ് അതർ സൊല്യൂട്ട്സ് ഡ്രൈ മോർ സ്ലോലി. അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആസ് ഡ്രൈയിങ് പ്രോഗ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇൻ വാട്ടർ ഇൻക്രീസസ് കോസിംഗ് ദ ഡ്രൈയിങ് റേറ്റ് ടു സ്ലോ. ഏതാണ് ആൻസർ? അതും റൈറ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ടർ ദാറ്റ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ഈസ് ദാറ്റ് ഈസ് കെമിക്കലി ബോണ്ട് ഇൻ ദ ഫോം ഓഫ് ഹൈഡ്രേറ്റ്സ്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് മാത്രമാണ്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഡ്രൈയിങ് അറ്റ് ഹൈ പ്രഷർ ഒക്കേഴ്സ് അറ്റ് ലോവർ ടെമ്പറേച്ചർ എന്നുള്ളത്. ഡ്രൈയിങ് അറ്റ് ഹൈ പ്രഷർ ഒക്കേഴ്സ് അറ്റ് ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഏതാ? ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി 1, 2, 3 ഇതാണ് ട്രൂ ആയിട്ടുള്ളത്. അടുത്തതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഫുഡ്സ് പ്രോസസ്ഡ് യൂസിങ് ഹൈ പ്രഷർ ടെക്നോളജി, ഗാമ ഇറാഡിയേഷൻ, അതുപോലെ തന്നെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് പൾസ് ആൻഡ്
Thermosonication are known as ഏതാണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. മിനിമലി പ്രോസസ്ഡ് ഫുഡ്സ്, UHT processed foods, option C aseptically processed foods, option D all of the above. Question ഇതായിരുന്നു, foods processed using high pressure technology, gamma irradiation, high electric field pulse and thermosonication are known as ഏതാണ്? ഓപ്ഷൻ A minimally processed foods എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. Food items should be subjected to micro frequencies such that the dielectric constant is dash and loss factor is dash. അത് മിനിമം ആണോ മാക്സിമം ആണോ എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫുഡ് ഐറ്റംസ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു മൈക്രോ ഫ്രീക്വൻസീസ് സച്ച് ദാറ്റ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ഡാഷ് ആൻഡ് ലോസ് ഫാക്ടർ ഈസ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. രണ്ടും എന്താണ്? മിനിമം ആയിരിക്കും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും അതുപോലെ തന്നെ ലോസ് ഫാക്ടറും എന്ത് തന്നെ ആയിരിക്കുള്ളൂ? മിനിമം ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തതാണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് ഡസ് അബ്സോർപ്ഷൻ ഓഫ് ഗാമ റേഡിയേഷൻ ടേക്സ് പ്ലേസ്? In which of the following ways does absorption of gamma radiation takes place? Gamma radiation ന്റെ absorption നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കോംപ്റ്റൺ എഫക്റ്റും പെയർ പ്രൊഡക്ഷനും ആണ് റൈറ്റ് ആൻസർ. ഇത് മൂന്നും എന്താണ്? ഗാമ റേഡിയേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സുകൾ തന്നെയാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. All of the above ആണ് റൈറ്റ് ആൻസർ വരുന്നത്. Which among the following claims is prohibited? ഓപ്ഷൻ എ unsubstantiated claims എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. What is carry over principle? എന്താണ്? ഓപ്ഷൻ ബി ആണ്. Carry over principle എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് added to oil is present in all oil based products made from it. അതാണ് എന്ത്? ക്യാരി ഓവർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആന്റി ഓക്സിഡന്റ് ആഡഡ് ടു ഓയിൽ ഈസ് പ്രസന്റ് ഇൻ ഓൾ ഓയിൽ ബേസ്ഡ് പ്രൊഡക്റ്റ് മെയ്ഡ് ഫ്രം ഇറ്റ്. അടുത്തതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ഓഫ് ഗ്രീൻ ടീ ഫ്രം ബ്ലാക്ക് ടീ ഈസ് ദാറ്റ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. The oxidation process is omitted and the tea leaves are steamed in a pan before being rolled to prevent oxidation by enzyme എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. The oxidation process is omitted and the tea leaves are steamed in a pan before being rolled to prevent oxidation by enzymes. അടുത്തതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. When a deviation from critical limits happens, what should be done? ഏതാണ്? ഡോക്യുമെന്റേഷൻ ഓഫ് കറക്റ്റീവ് ആക്ഷൻസും സ്റ്റോപ്പ് ദ ലൈൻ ആൻഡ് ഇൻഫോം ദ സൂപ്പർവൈസർ, റീഅസസ് ദ HACCP പ്ലാൻ. ഇത് മൂന്നും എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടതിന്റെ ആൻസർ തന്നെയാണ്. എന്താ? വെൻ എ ഡീവിയേഷൻ ഫ്രം ക്രിട്ടിക്കൽ ലിമിറ്റ്സ് ഹാപ്പൻ വാട്ട് ഷുഡ് ബി ഡൺ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ 3 പ്രോസസ്സും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്തതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഫ്രൂട്ട്സ്? ഏതാണ്? എത്തിലീൻ അബ്സോർബേഴ്സ് ആണ് എന്തിന്? പാക്കേജിങ്ങിന് അപ്രോപ്രിയേറ്റ് ഫോർ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിന്റെ പാക്കേജിങ്ങിന് അത്യാവശ്യം അല്ലെങ്കിൽ വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? എത്തിലീൻ അബ്സോർബൻസ് ആണ് റൈറ്റ് ആൻസർ. Which of the following is true about that time curve method to sterilize canned food? ഏതൊക്കെയാണ്? It tell us the time and temperatures to sterilize canned food. അത് റൈറ്റ് ആണ്. It tell us about the heat penetration of the container. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹീറ്റ് കണ്ടക്ടിവിറ്റി ഓഫ് ദി കണ്ടെയ്നറെ പറ്റിയിട്ടും അത് പറയുന്നു. അപ്പൊ എന്താ? ഓൾ ഓഫ് ദി മെൻഷൻഡ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത് പറ്റിട്ട്? ഡെഡ് ടൈം കർവ് മെത്തേഡ്. ആ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മൂന്നും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അടുത്തത്, വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് എനർജി എഫിഷ്യന്റ് ഫോർ മേക്കിംഗ് ഗീ? ഏതാണ്? ഓപ്ഷൻ ഡി പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. വാട്ട് വിൽ ബി ദ ഓവർ റൺ ഈ 400 ലിറ്റർ ഓഫ് മിക്സ് പ്രൊഡ്യൂസസ് 740 ലിറ്റർ ഓഫ് ഐസ്ക്രീം? ഏതാണ്? 85% എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തതാണ്, വാട്ട് ഈസ് ദ മേജർ ഡിഫെക്ട് ദാറ്റ് ഒക്കേഴ്സ് ഇൻ UHT മിൽക്ക് ഡ്യൂറിംഗ് സ്റ്റോറേജ്? ഏതാണ്? ഏജ് ജലേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഡ്യൂറിംഗ് ചെഡർ ചീസ് മാനുഫാക്ചർ റിനെറ്റ് സ്പ്ലിറ്റ് ദ കപ്പ കസിൻ അറ്റ് ദ ജംഗ്ഷൻ ഓഫ്? ഏതാണ്? ഓപ്ഷൻ ഡി ഫിനൈൽ അലനിൻ മെഥനോയിൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്.
അടുത്തത് UHT പ്രോസസ്ഡ് മിൽക്ക് ഈസ് അസെപ്റ്റിക്കലി പാക്കേജ് അറ്റ് ഏത് ഓപ്ഷൻ സി 20 ഡിഗ്രി സെൽഷ്യസിലാണ് UHT പ്രോസസ്ഡ് മിൽക്ക് ഈസ് അസെപ്റ്റിക്കലി പാക്കേജ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ യൂഷ്വൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് കാറ്റിൽ ഈസ് ബൈ യൂസിങ് ഓപ്ഷൻ എ ക്യാപ്റ്റീവ് ബോൾ പിസ്റ്റൾ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. വിച്ച് വൈറ്റമിൻ ഈസ് നോട്ട് അവൈലബിൾ എഗ് എഗ്ഗിൽ അടങ്ങാത്ത എഗ്ഗിൽ നിന്ന് കിട്ടാത്ത ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി. ഏതാണ്? വൈറ്റമിൻ സി ആണ് എഗ്ഗിൽ നിന്ന് നമുക്ക് ലഭിക്കാത്ത വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നത്. എ മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഏതാണ്? സാൽമോണെല്ലോസിസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അതാണ് എ മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എ ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ് സോസേജ്, ബാക്കൺ, കീമ, കട്ട്ലൈറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ബാക്കൺ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. ദ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് എഗ് യൂസിങ് സോഡിയം സിലിക്കേറ്റ് ഏത് മെത്തേഡാണ്? വാട്ടർ ഗ്ലാസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പ്രിസർവേഷൻ ഓഫ് എഗ് യൂസിങ് സോഡിയം സിലിക്കേറ്റ്. ഏതാണ്? വാട്ടർ ഗ്ലാസ് മെത്തേഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അടുത്തതാണ് 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ സർട്ടിഫൈഡ് കോപ്പീസ് മേ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ പ്രൂഫ് ഓഫ് ദി കണ്ടന്റ് ഓഫ് വിച്ച് ഡോക്യുമെന്റ് ഏതാണ്? ഓപ്ഷൻ സി പബ്ലിക് ഡോക്യുമെന്റ്സ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തതാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. കൺസ്യൂമർ അണ്ടർ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഈസ് ദ ഏതാണ്? പേഴ്സൺ ആൻഡ് ഫാമിലീസ് ഹു പർച്ചേസസ് ആൻഡ് റിസീവ്സ് ഫുഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. കൺസ്യൂമർ അണ്ടർ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഈസ് ദ പേഴ്സൺ ആൻഡ് ഫാമിലീസ് ഹു പർച്ചേസസ് ആൻഡ് റിസീവ്സ് ഫുഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തതാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹെഡ് ഓഫീസ് ഓഫ് ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈസ് അറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ഡൽഹി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ദ എനാക്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 റിസൾട്ടഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വിച്ച് പ്രൊവിഷൻ അണ്ടർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏത് ആക്ട് ആണ്? ഓപ്ഷൻ എ ആണ് S65A എന്നുള്ളതാണ് ആൻസർ വരുന്നത്. Who is responsible for the inspection of food business drawing and sending samples for food analysis under Food Safety and Standard Act 2006 ഏതാണ്? ഓപ്ഷൻ സി ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദ അക്യൂസ്ഡ് ക്യാൻ ഫയൽ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് അണ്ടർ S23233 CRPC in support of this defense എന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത്. The magistrate can take cognizance of offense upon ഓപ്ഷൻ ബി എ പോലീസ് റിപ്പോർട്ട് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്താണ് 33ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ എസ് 439 CRPC which court has the power to release any person on bail and by a subsequent order cause him to be re-arrested ഏതാണ്? ഓപ്ഷൻ സി ബോത്ത് ഹൈക്കോർട്ട് ആൻഡ് സെഷൻസ് കോർട്ട് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ബോത്ത് ഹൈക്കോർട്ട് ആൻഡ് സെഷൻ കോർട്ട്. The High Court may confer on any magistrate invested with the powers of a magistrate of the second class power to try summarily and of any offence which is punished with imprisonment for a term not exceeding ഏതാണ്? ഓപ്ഷൻ എ 6 months ആണ്. Under S 374 CRPC who can file appeal to the Supreme Court ആർക്കാണ് അപ്പീൽ നൽകാൻ സാധിക്കുന്നത്? Any person convicted on a trial held by a high court in its extraordinary original criminal jurisdiction എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തതാണ് 36ാമത്തെ ക്വസ്റ്റ്യൻ. Any person who manufactures for sale or distribute any article of substandard food for consumption is liable to the extent of ഏതാണ്? ഓപ്ഷൻ ഡി 5 lakh rupees എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഷാൽ കൺസിസ്റ്റ് ഓഫ് ഏതാണ്? ഓപ്ഷൻ സി ഒരു മെമ്പർ ആയിരിക്കും ഉണ്ടാവുന്നത്. ദ ഡിഫൻസ് വിച്ച് മേ ബി അലൗഡ് ഇൻ പ്രോസിക്യൂഷൻ അണ്ടർ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ഈസ് അണ്ടർ ഏതാണ്? ഓപ്ഷൻ ഡി S80 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. Where in a case the sample container received by the food analyst
is found to be in broken condition, he shall. 4 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇൻഫോം ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വിത്തിൻ 7 days. അതാണ് എന്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻഫോം ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വിത്തിൻ 7 days എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വേർ ഇൻ എ കേസ് ദ സാമ്പിൾ കണ്ടെയ്നർ റിസീവ്ഡ് ബൈ ദ ഫുഡ് analyzed is found to be in broken condition. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. The secondary evidence is defined under which provision of Indian Evidence Act? Indian Evidence Act ലെ secondary evidence എന്ന് പറയുന്നത് ഏത് എന്തിന്റെ ഉള്ളിലാണ് വരുന്നത്? എന്തുമായി ബന്ധപ്പെട്ടാണ്? ഏതാണ്? സെക്ഷൻ 63. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തതാണ്, in which of the following separation techniques the separation is based on the net charge of the molecule? ഏതാണ്? ഓപ്ഷൻ ബി അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ആൻ എക്സാമ്പിൾ ഫോർ ട്രയോസ്, ട്രയോസിനുള്ള ഉദാഹരണം ഏതാണ്? ഗ്ലിസറാൾഡിഹൈഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ട്രയോസിന് എക്സാമ്പിൾ ആണ് ഗ്ലിസറാൾഡിഹൈഡ്. The exoskeleton of insects is composed of, ഏതാണ്? ഓപ്ഷൻ എ ആണ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസിമിൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓഫ് ദ ഫോളോയിങ് വിച്ച് അമിനോ ആസിഡ് ഈസ് ആൻ ഇമ്യൂനോ ആസിഡ്? ഒരു ഇമ്യൂനോ ആസിഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി പ്രൊലൈൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ദ പ്രോട്ടിയോലിറ്റിക് എൻസൈം ട്രിപ്സിൻ ഹൈഡ്രോലിസിസ് ദ പെപ്റ്റൈഡ് ബോണ്ട്സ് ഇൻ വിച്ച്? 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. Carbonyl function is contributed either by lysine or arginine എന്നുള്ളതാണ്. ആർജിനിൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. Which of the following is not an antioxidant? ആന്റിഓക്സിഡന്റ് അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ. ഓപ്ഷൻ എ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, കാർട്ടോനൈൻസ്, വൈറ്റമിൻ B6 എന്നുള്ളത്. ഏതാണ്? B6 എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ആന്റിഓക്സിഡന്റിന് ഉദാഹരണം അല്ല. Iodine number of fatty acids denotes its degree of unsaturation ആണ് കാണിക്കുന്നത്. അയോഡിൻ നമ്പർ ഓഫ് ഫാറ്റി ആസിഡിന്റെ അയോഡിൻ നമ്പർ എന്തിനാണ് കാണിക്കുന്നത്? ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ് കാണിക്കുന്നത്. കോൾഡ് സ്റ്റെറിലൈസേഷൻ മീൻസ് പ്രിസർവേഷൻ ഓഫ് ഫുഡ് ബൈ? ഓപ്ഷൻ ബി റേഡിയേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇൻ ഹ്യൂമൻസ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് ഡാഷ് പെർസെന്റേജ്? എത്രയാണ്? 6 to 75% ആണ് വരുന്നത്. അടുത്തതാണ്, ദ റെസ്പിറേറ്ററി കോഷ്യൻ RQ. റെസ്പിറേറ്ററി കോഷ്യൻ ഈസ് ദ റേഷ്യോ ഓഫ്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ് ബൈ O2 കൺസ്യൂംഡ് എന്നുള്ളതാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി കോഷ്യന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ് ബൈ O2 കൺസ്യൂംഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിന് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 029/2020 ആണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാം സ്റ്റീലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.